നമസ്കാരം. എന്തൊക്കെ വാർത്തയാക്കണം, എന്തൊക്കെ വാർത്തയാകാൻ പാടില്ല എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ മാധ്യമങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട്. ഒരുപക്ഷെ ജീവനിൽ ഭയമുള്ളത് കൊണ്ടായിരിക്കാം ചില വാർത്തകളൊക്കെ അവർ മറച്ചു വെക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള ചില സംഭവങ്ങളുണ്ട്. പാലക്കാട് വോട്ടിന് നോട്ട് എന്ന് പറയുന്ന സംഭവം നമ്മളൊക്കെ കണ്ട കാര്യമാണ്, ലൈവായി കണ്ട കാര്യമാണ്. അത് തുറന്നു പറഞ്ഞതിന്റെ ഭാഗമായി ചില മാധ്യമ പ്രവർത്തകർക്കെതിരെ അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകനെതിരെ കൊലവിളിയും ഭീഷണിയും ഒക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വന്നിരുന്നു. ഇനി അങ്ങനെ ആരെങ്കിലും കൊല്ലാൻ വരുമോ എന്ന് പേടിച്ചിട്ടാണോ എന്നറിയില്ല, മാധ്യമങ്ങൾ ചില വാർത്തകളൊക്കെ സൗകര്യപൂർവ്വം മറച്ചു വെക്കുന്നുണ്ട്. എന്തായാലും ഇനി അങ്ങനെ മറച്ചു വെച്ചതാണെങ്കിലും മറച്ചു വെച്ചതല്ലെങ്കിലും പൊതുസമൂഹത്തെ അത് അറിയിക്കേണ്ട ഒരു ബാധ്യത, അത് മനസ്സിലാക്കിയ സ്ഥിതിക്ക് എനിക്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പറയുന്നതാണ്. നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധി പറഞ്ഞ ജഡ്ജി ഹണി എം വർഗീസ് അവർ ഹൈക്കോടതി ജഡ്ജിയാകാൻ പോകുന്നു, കൊളീജിയം ശുപാർശ ചെയ്തിരിക്കുന്നു എന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് ആ കാര്യം കൂടുതൽ പറയേണ്ടതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ അതോടൊപ്പം പറയേണ്ട മറ്റൊരു പേര് മാധ്യമങ്ങൾ മറച്ചുവെച്ചു. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. കെ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ജഡ്ജി. അദ്ദേഹം നിലവിൽ എറണാകുളം ജില്ലാ ജഡ്ജിയാണ്. നേരത്തെ ആലപ്പുഴ ജില്ലാ ജഡ്ജിയായിരുന്നു. അതിനു മുമ്പ് കാസർഗോഡ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയായിരുന്നു. എന്തായാലും ഇവിടെ അദ്ദേഹം ഒരു കേസുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജഡ്ജിയായിരിക്കുന്ന കാലത്ത് അവിടെ നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു വിധി പറഞ്ഞു. ആ വിധി പ്രസ്താവം വലിയ വിവാദമായിരുന്നു. ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിധിയായിരുന്നു. എന്തായാലും ആ ഒരു വിധിയുടെ ഭാഗമായി അദ്ദേഹത്തിന്റെ പേര് ആരും എവിടെയും പരാമർശിക്കാൻ തയ്യാറായില്ല. അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് വിധി പറഞ്ഞ ഹണി എം വർഗീസിനെ ആ രീതിയിൽ തന്നെ മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്നു. ഇനി കെ ബാലകൃഷ്ണൻ പറഞ്ഞത് ഏത് കേസിൽ വിധിയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. 2017 മാർച്ച് 20 കാസർഗോഡ് റിയാസ് മൗലവി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ സംഘപരിവാർ സംഘടനകളുടെ ആളുകൾ കൊലപ്പെടുത്തി. ഈ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് 2017 മാർച്ച് 20 നടന്ന ഈ സംഭവത്തിൽ വിധി പറഞ്ഞത് കെ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ജഡ്ജിയാണ്. മുഴുവൻ RSSകാരെയും അദ്ദേഹം വെറുതെ വിട്ടു. അതായത് കൃത്യമായി കേസ് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാണ് പ്രതികളെ വെറുതെ വിട്ടത്. ഈ ഒരു വിധിയാണ് വിവാദമായത്. ഇവിടെ ഹണി എം വർഗീസ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി പറഞ്ഞതിനേക്കാൾ അന്നത്തെ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വളരെയധികം വിവാദമുണ്ടാക്കിയ ഒരു വിധിയാണ്, വിധി പ്രസ്താവമാണ് കെ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ജഡ്ജി അന്ന് നടത്തിയത്. അദ്ദേഹത്തെയും ഹൈക്കോടതി ജഡ്ജിയാക്കുന്നതിന് വേണ്ടി കൊളീജിയം ശുപാർശ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം കൂടെ, ഞാൻ എൻ്റെ ഓർമ്മയിൽ വന്ന ഒരു കാര്യം കൂടെ ഇവിടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഈ കഴിഞ്ഞ 10 വർഷമായി പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റെടുത്ത ശേഷം കേരളത്തിൽ ഒരു സ്ഥലത്തും ഒരു വർഗീയ കൊലപാതകമോ അല്ലെങ്കിൽ കലാപമോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെയുള്ള പരസ്യവാചകങ്ങൾ നമ്മളൊക്കെ പലപ്പോഴും ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേട്ടതാണ്. എന്നാൽ ഇവിടെ 2016 കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അധികാരത്തിൽ എത്തിയതിനു ശേഷം 2017 മാർച്ച് 20 ഈ റിയാസ് മൗലവി എന്ന് പറയുന്ന മനുഷ്യനെ കൊലപ്പെടുത്തിയത്. പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്താണ് കേരള പോലീസ് ഈ കേസ് അന്വേഷിച്ചത്. കേരള പോലീസ് അന്വേഷിച്ച ഈ കേസാണ് തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞ് ജഡ്ജി ഈ പ്രതികളെ വെറുതെ വിട്ടത്. എന്തായാലും ഈ വിഷയം വാർത്തയാക്കാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല എന്നുള്ളതാണ്. എന്നാൽ അതോടൊപ്പം വരുന്ന മറ്റു വിഷയങ്ങളൊക്കെ അവർ വാർത്തയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു ജീവനിൽ കൊതിയുള്ളത് കൊണ്ടായിരിക്കാം ഇത്തരം വിഷയങ്ങൾ പറയാൻ അവർക്കൊരു ബുദ്ധിമുട്ട് എന്ന് തന്നെയാണ്. പാലക്കാട് വോട്ടിന് നോട്ട് എന്ന് പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ലൈവായി അതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തുവിട്ടതോടുകൂടെ മീഡിയ വൺ എന്ന് പറയുന്ന ചാനലിലെ മാധ്യമ പ്രവർത്തകനെതിരെ സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്ത് നിന്ന് കൊലവിളിയും ഭീഷണിയും ഒക്കെ ഉയർന്നു വരുന്നുണ്ട്. ഇനി അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ കൊലവിളിയോ അതുപോലെ തന്നെ എന്തെങ്കിലും ഭീഷണിയോ ഉയർന്നു വരുമോ, ജീവൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ ഭയന്നുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകർ ഇത്തരം വിഷയങ്ങളിൽ കൈവെക്കാതിരിക്കുന്നത് എങ്കിൽ ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. തീർച്ചയായും അവരുടെ ജീവനും വിലയുണ്ട്. എന്തായാലും ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് പറഞ്ഞു പോയതാണ്.